ഓം നമോ ഭഗവതേ വാസുദേവായ. കലിദോഷ നിവാരണത്തിനുള്ള ഉത്തമ ഔഷധമാണല്ലോ നാമജപം. ഭീഷ്മ പിതാമഹൻ സഹസ്രനാമത്താൽ ഭഗവാനെ സ്തുതിച്ച് വിശ്വരൂപം ദർശിച്ച് മോക്ഷപ്രാപ്തി നേടി. ശ്രീ മഹാഭാരതം അനുശാസന പർവം 149 അധ്യായത്തിലാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഉള്ളത്. നമുക്ക് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ അർത്ഥമറിഞ്ഞ് ജപിക്കാം. അർത്ഥമറിഞ്ഞ് ജപിക്കുന്നത് വിശേഷമെന്ന് മഹത്വചനം. വിഷ്ണു സഹസ്രനാമ സന്ദർഭം സ്മരിക്കാം. മഹാഭാരത യുദ്ധത്തിന് ശേഷം പ്രജകൾക്ക് ദ്രോഹമുണ്ടാക്കി എന്ന ചിന്ത യുധിഷ്ഠിരനെ വ്യാകുലപ്പെടുത്തുന്നു. ഭീഷ്മരിൽ നിന്ന് സർവധർമ്മങ്ങളുടെയും മർമ്മം അറിയണമെന്ന ആഗ്രഹം യുധിഷ്ഠിരനുണ്ടായി. സ്വച്ഛന്ത മൃത്യുവരെ പ്രാപ്തനായ ഭീഷ്മർ കുരുക്ഷേത്ര ഭൂമിയിൽ മരണത്തിന് ഉചിതമായ ഉത്തരായനകാലം കാത്തുകിടക്കുകയായിരുന്നു. ഉത്തരായനകാലം പുണ്യകാലമാണ്. മകരസംക്രമം മുതൽ കർക്കിടക സംക്രമം വരെയുള്ള കാലമാണത്. അതായത് സൂര്യൻ്റെ വടക്കോട്ടുള്ള യാത്രയും തിരിച്ചുവരവും 6 മാസക്കാലം. ഈ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് യുധിഷ്ഠിരനും സഹോദരന്മാരും ശ്രീകൃഷ്ണനും ബ്രഹ്മർഷികൾ, ദേവർഷികൾ, രാജർഷികൾ മുതലായ മഹാന്മാരും വന്നു ചേർന്നു. ഭീഷ്മർ യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നു, തത്വോപദേശം നൽകുന്നു, ഭഗവാന്റെ മഹിമ മനസ്സിലാക്കി കൊടുക്കുന്നു. ഭഗവാന്റെ ദർശനമാത്രയിൽ ഭീഷ്മരുടെ വേദനകൾ അകന്നു പോകുന്നു. ഭീഷ്മർ സഹസ്രനാമത്താൽ ഭഗവാനെ സ്തുതിക്കുന്നു. അതാണ് വിഷ്ണു സഹസ്രനാമം. ഭീഷ്മർ അവസാനം ഭഗവാനിൽ ലയിച്ചു ചേരുന്നു. വിഷ്ണു സഹസ്രനാമത്തിൽ ആദ്യം പൂർവപീഠിക, പിന്നെ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, അവസാനം ഫലശ്രുതി എന്നിങ്ങനെയാണുള്ളത്. പൂർവപീഠിക ആരംഭിക്കുന്നത് വന്ദന ശ്ലോകത്തോടെയാണ്. അതിനുശേഷം ഭീഷ്മരോട് യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങളും ഭീഷ്മർ നൽകുന്ന മറുപടിയുമാണ്. ഭീഷ്മർ പറയുന്നു, ലോകനാഥനായ പുരുഷോത്തമനെ സഹസ്രനാമങ്ങളാൽ സ്തുതിക്കുക. മനുഷ്യൻ സകല പാപങ്ങളിൽ നിന്നും മോചിതനാകും. ഇവിടെ ധ്യാന ശ്ലോകങ്ങൾ, സഹസ്രനാമ സ്തോത്രം, ഫലശ്രുതിയുടെ അവസാന ഭാഗം എന്നിവ അർത്ഥത്തോടുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. സഹസ്രനാമ സ്തോത്രം ആരംഭിക്കുന്നതിന് മുൻപ് ധ്യാന ശ്ലോകങ്ങളാൽ ഭഗവാന്റെ രൂപം നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം. ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമം ധ്യാന ശ്ലോകങ്ങൾ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശ്വേതവസ്ത്രധാരിയും സർവവ്യാപിയും പൂനിലാവിൻ്റെ നിറത്തോടും 4 തൃക്കൈകളോടും കൂടിയ പ്രസന്നമുഖനായ ശ്രീ മഹാഗണപതിയെ സർവവിഘ്നങ്ങളിൽ നിന്നും രക്ഷിച്ച് വിജയം വരിക്കുവാൻ ധ്യാനിക്കുന്നു. ക്ഷീരോദന്നത്പ്രദേശേ ശുചിമണിവിലസത് സൈകതേ മൗക്തികാനാം മാലാക്ലിപ്താസനസ്ത സ്ഫടികമണിനിഭൈർ മൗക്തികൈർമണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈ അദഭ്രൈ ഉപരി വിരചിതൈ മുക്തപീയൂഷവർഷൈ ആനന്ദീനപുനീയാത് ഹരിനളിനഗദാ ശംഖപാണിർമുകുന്ദ. പാൽക്കടൽ തീരത്ത് വിശുദ്ധങ്ങളായ മുത്തുമണികൾ പോലെ ശോഭിക്കുന്ന മണൽത്തരികളാൽ നിർമ്മിതമായ സിംഹാസനത്തിൽ വിരാജിക്കുന്നവനും ആകാശത്ത് നിന്ന് മേഘങ്ങളാൽ അമൃതകണങ്ങൾ വർഷിക്കുമ്പോൾ ആനന്ദിക്കുന്നവനും
ശംഖചക്ര ഗദാപത്മങ്ങളോട് കൂടിയവനുമായ മുകുന്ദൻ നമ്മെ പരിശുദ്ധരാക്കട്ടെ. ഭൂപാദൗ യസ്യ നാഭിർവിയദസുരനില ചന്ദ്രസൂര്യൗ ച നേത്രേ കർണാപാശാശിരോദ്യൗർ മുഖമഭിദഹനോ യസ്യ വാത്സേയമബ്ധി അന്തസ്തം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗിഗന്ധർവദൈത്യ ചേത്രം രമ്യതേ തം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. യാതൊരുവനാണോ ഭൂലോകം പാദങ്ങളായും ആകാശം നാഭിയായും വായു പ്രാണനായും സൂര്യചന്ദ്രന്മാർ നേത്രങ്ങളായും ദിക്കുകൾ ശ്രോത്രങ്ങളായും ശിരസ് സ്വർഗമായും മുഖം അഗ്നിയായും വാസസ്ഥലം സമുദ്രമായും ഉദരം ദേവന്മാർ നരന്മാർ പക്ഷികൾ മൃഗങ്ങൾ സർപ്പങ്ങൾ ഗന്ധർവന്മാർ അസുരന്മാർ എന്നിവരുടെ വിചിത്രങ്ങളായ ലീലകളാൽ രമ്യമാക്കി തീർക്കപ്പെട്ട വിശ്വം മുഴുവനും യാതൊരാളുടെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുവോ? ത്രിലോകം ശരീരമായിരിക്കുന്നവനും സകല ഭോഗങ്ങളുടെയും അനുഭവിക്കുന്നവനും സർവേശ്വരനുമായ മഹാവിഷ്ണുവിന് സാഷ്ടാംഗ പ്രണാമം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശാന്തസ്വരൂപിയും അനന്തശായിയും നാഭിയിൽ പത്മമുള്ളവനും ദേവദേവനും ആകാശം പോലെ ആകാരരഹിതനും വിശ്വവ്യാപിയും നീലമേഘശ്യാമളമായ കോമളഗാത്രനും ലക്ഷ്മീവല്ലഭനും അംബുജാക്ഷനും ഭക്തഹൃദയങ്ങളിൽ ആനന്ദസ്വരൂപനായും സംസാരദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നവനും ഭവഭയം ഇല്ലാതാക്കുന്നവനും 14 ലോകത്തിൻ്റെ അധിപതിയുമായ വിഷ്ണുവിന് നമസ്കാരം. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേദം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. കോടക്കാർ വർണ്ണനും മഞ്ഞപ്പട്ടുടയാട ചാർത്തിയവനും മാറിടത്തിൽ ശ്രീവത്സമെന്ന അടയാളമുള്ളവനും കൗസ്തുഭാതിമാലകളാൽ കൂടുതൽ ശോഭിക്കുന്നവനും പുണ്യമേറിയവനും വിരിഞ്ഞ താമരയിതൾ പോലുള്ള മനോഹരമായ കണ്ണുകളോട് കൂടിയവനും സർവലോകൈകനാഥനുമായ വിഷ്ണുവിനായി നമസ്കാരം. സശംഖചക്രം സകരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ശംഖചക്ര ഗദാപത്മധാരിയും പീതാംബരനും ശ്രീവത്സ കൗസ്തുഭാദി ആഭരണങ്ങളാൽ സുശോഭിതനും താമരക്കണ്ണുകളാൽ കടാക്ഷ വീക്ഷണം ചെയ്യുന്നവനുമായ വിഷ്ണുവിന് സാഷ്ടാംഗ പ്രണാമം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമം ആയതാക്ഷമലംകൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. കൽപ്പതരുവായ പാരിജാതത്തണലിൽ രുക്മിണീ സത്യഭാമയോടുകൂടി വിരാജിക്കുന്ന ശ്യാമസുന്ദരൻ നിലാവൊളി തൂകുന്ന മൃദുമന്ദഹാസത്തോടുകൂടി ചതുർബാഹുവായി നമ്മെ അനുഗ്രഹിക്കുവാൻ ആശ്രയിച്ച് നമസ്കരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം വിശ്വസ്മൈ നമഃ. ശ്രീ മഹാഭാരതം അനുശാസന പർവം 149 അധ്യായം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. സഹസ്രനാമത്തിൻ്റെ ശ്ലോകാർത്ഥം നമസ്കാരഭാവത്തിൽ സമർപ്പിക്കുന്നു. ശ്ലോകം 1. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. സച്ചിദാനന്ദ സ്വരൂപനും സർവവ്യാപിയും യജ്ഞസ്വരൂപനും വഷട്കാര മന്ത്രസ്വരൂപനും ത്രികാലങ്ങളുടെ സ്വാമിയും ത്രിഗുണാത്മകനുമായി സൃഷ്ടിയിൽ ബ്രഹ്മാവും പാലനത്തിൽ വിഷ്ണുവും സംഹാരത്തിൽ ശിവനുമായി വർത്തിച്ച് സത്വഗുണപ്രധാനിയായി നിന്നുകൊണ്ട് സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന വിഷ്ണുവിനായി നമസ്കാരം. വഷട്കാരമന്ത്രം ഏതൊരു യജ്ഞത്തിൻ്റെയും ഹോമാഗ്നിയിൽ ദ്രവ്യമർപ്പിക്കുമ്പോൾ വഷട്ട് എന്ന മന്ത്രം ഉച്ചരിക്കും. സന്താന സൗഭാഗ്യത്തിനുള്ള, അതായത് പുത്രകാമേഷ്ടി പോലുള്ള യജ്ഞങ്ങളിൽ വളരെ വിശേഷമാണ് എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ ചിത്രകേതു ഉപഖ്യാനത്തിൽ സൂചിപ്പിക്കുന്നു. അങ്കിരസ് മഹർഷി വഷട്കാരമന്ത്രം ഉച്ചരിച്ചിട്ടാണ് യാഗം ചെയ്തത്. ചിത്രകേതുവിന് കൃതദ്യുതിയിൽ അങ്ങനെ പുത്രലാഭമുണ്ടായി. ശ്ലോകം 2. പൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയപുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച. പരമാത്മാവും നിത്യശുദ്ധനും ഒന്നിനോടും ചേർന്നു നിൽക്കാത്തവനും നാശരഹിതനും നമ്മുടെ ശരീരത്തിൽ ജാഗ്രത് എന്ന അവസ്ഥയിൽ വിശ്വരൂപനായും സ്വപ്നത്തിൽ സാക്ഷിയായും അന്തർയാമിയായും സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണുവിനായി നമസ്കാരം. നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ്. ആത്മാവ് ക്ഷേത്രജ്ഞനായി കുടികൊള്ളുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിൽ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ശ്ലോകം 3. യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. ഇന്ദ്രിയാതീതനും യോഗം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നവനും അനുഭവിച്ചു മാത്രം അനുഭൂതിയായി മാറുന്നവനും പ്രകൃതിയുടെയും പുരുഷൻ്റെയും അധീശ്വരനും നരസിംഹസ്വരൂപനും ശ്രീദേവിയെ ഹൃദയത്തിൽ സ്ഥിരമായി ചേർത്തവനും കേശി എന്ന അസുരനെ കൊന്നവനും കേശവൻ എന്ന നാമധേയമുള്ളവനും കാരണജലത്തിൽ ശയിക്കുന്നവനും പുരുഷോത്തമനുമായ മഹാവിഷ്ണുവിന് നമസ്കാരം. ശ്ലോകം 4. സർവശർവശിവസ്ഥാണോർഭൂതാതിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര. മംഗളസ്വരൂപിയും ഗുണാതീതനും നിത്യശുദ്ധനും ശാശ്വതനും മൂലകാരണരൂപനും സകല വിശ്വത്തിനും നാശരഹിതമായ നിധിയും യുഗസന്ധാരണത്തിനായി അവതരിക്കുന്നവനും അനുഗ്രഹ നിഗ്രഹദാതാവും സകല ജീവരാശികളുടെയും ഭരണകർത്താവും കാലദേശപ്രഭാവനും സർവശക്തനുമായ മഹാവിഷ്ണുവിന് നമസ്കാരം. ശ്ലോകം 5. സ്വയംഭൂശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഖസ്വന അനാദിനിധനോ ധാതാ വിധാതാധാതുരുത്തമ. സമസ്ത പ്രപഞ്ചത്തിനും കാരണഭൂതനും ശിവനും വിഷ്ണുവുമായ പരമാർത്ഥ സത്യസ്വരൂപനും അതിഥിപുത്രനും മനോഹരമായ താമരക്കണ്ണുകളോട് കൂടിയവനും മേഘനാദം പോലെ ആജ്ഞാശക്തിയോട് കൂടിയവനും ശ്വാസരൂപത്തിൽ വേദങ്ങളെ പുറത്തുവിട്ടവനുമായ മഹാവിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 6. അപ്രമേയോ കൃഷികേശ പത്മനാഭോ അമരപ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ടാ സ്തവിഷ്ടസ്തവിരോ ധ്രുവ. തുല്യതയില്ലാത്തവനും ഇന്ദ്രിയാധീശനും ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്നവനും നാഭിയിൽ പത്മമുള്ളവനും
ദേവന്മാരുടെ പ്രഭുവായിരിക്കുന്നവനും വിശ്വസൃഷ്ടാവും സന്തോഷം നൽകുന്നവനും മൂലകാരണഭൂതനുമായ വിഷ്ണുവിന് നമസ്കാരം. ശ്ലോകം 7. അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷപ്രദർദന പ്രഭൂതസ്ത്രിഗുബ്ധാമ പവിത്രം മംഗളം പരം. കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനും സത്താമാത്രനും ആനന്ദസ്വരൂപനും ആകർഷിക്കുന്നവനും ശ്യാമവർണ്ണനും താമ്രനിറമായ കണ്ണുകളോട് കൂടിയവനും ശാശ്വതമായ പരമസത്യവും എല്ലാവരെയും ആകർഷിക്കുന്നവനും എല്ലാവരാലും ആകർഷിക്കപ്പെടുന്നവനും പ്രളയകാലത്തിൽ എല്ലാം തന്നിലേക്ക് ലയിപ്പിച്ച് ലോകസംഹാരം നടത്തുന്നവനും പരമാത്മസ്വരൂപനും 3 ലോകത്തിനും 3 അവസ്ഥകൾക്ക് ആധാരഭൂതനും തീവ്രമായ ഭക്തിയുള്ളവരുടെ മനസ്സിനെ പവിത്രമാക്കുന്നവനും ഭഗവത് സ്മരണ കൊണ്ട് ഭക്തന് സർവമംഗളങ്ങളും നൽകുന്നവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിന് നമസ്കാരം. ശ്ലോകം 8. ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന. സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ഈശ്വരൻ, ജീവശക്തിയായി നിലനിൽക്കുന്ന പ്രാണസ്വരൂപനും സനാതനനും ഉത്കൃഷ്ടനും സകല സൃഷ്ടികർത്താവും വ്യഷ്ടിയിലും സമഷ്ടിയിലും കാരണഭൂതനായി വസിക്കുന്നവനും, അതായത് ഹിരണ്യഗർഭനും, സംതൃപ്തിയും സന്തോഷവും തരുന്നവനും കർമ്മവാസനയെ നശിപ്പിക്കുന്നവനുമായ വിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 9. ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാധർഷ കൃതജ്ഞകൃതിരാത്മവാൻ. എല്ലാവരിലും ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ആയി വിരാജിക്കുന്നവനും ത്രിലോകങ്ങളെയും അളന്നെടുത്ത പരാക്രമിയായ വാമനമൂർത്തിയും സാരംഗമെന്ന ധനുസ്സിനെ ധരിച്ചവനും ഏറ്റവും ബുദ്ധിമാനും, അതായത് നാവിൽ സരസ്വതി വഹിച്ചവനും അന്തര്യാമിയായവനും സർവവ്യാപിയും സർവോത്തമനും എല്ലാ പ്രതിരോധങ്ങളെയും സമർത്ഥമായി തരണം ചെയ്യുന്നവനും ഭക്തരിൽ ശ്രദ്ധയുള്ളവനും സകല കർമ്മഫലദാതാവും ആത്മസ്വരൂപനുമായ വിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 10. സുരേശ ശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ അഘ സംവത്സരോ വ്യാള പ്രത്യയ സർവദർശന. ദേവാധിദേവനും ആശ്രയിക്കുന്നവന് ശരണത്തെ കൊടുക്കുന്നവനും സത്യം, ശിവം, സുന്ദരം എന്നിവയെ സമന്വയിപ്പിച്ച് പരമാനന്ദം നൽകുന്നവനും പ്രപഞ്ചകാരണഭൂതനും കാലസ്വരൂപനും പരമ്പൊരുളും അപ്രാപ്യനും ദുഷ്ടന്മാർക്ക് സർപ്പത്തെപ്പോലെ ഭയം ജനിപ്പിക്കുന്നവനും ബോധസ്വരൂപനും സർവദർശിയുമായ മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു. ശ്ലോകം 11. അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാദിരച്യുത വൃഷാകഭിരമേയാത്മാ സർവയോഗവിനിസൃത. അമരനും ക്ഷേത്രജ്ഞനും സർവേശ്വരനും പരമപദത്തെ തരുന്നവനും മൂലകാരണസ്വരൂപനും ഒരിക്കലും ഒരു തരത്തിലും പതനമില്ലാത്തവനും പ്രളയജലത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ചതുപോലെ സംസാരസാഗരത്തിൽ നിന്നും ഭക്തനെ ഉദ്ധരിക്കുന്നവനും വിരാട് സ്വരൂപിയും പ്രേമസ്വരൂപത്തിൻ്റെ അഖണ്ഡമൂർത്തിയുമായ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 12. വസുർവസുമനാ സത്യ സമാത്മാ സംമിത സമാ അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതി. സമഷ്ടിയിൽ പരമാത്മാവും വ്യഷ്ടിയിൽ ജീവാത്മാവുമായിരിക്കുന്നതും നിശ്ചലവും നിഷ്കളങ്കനും
പരമസത്യസ്വരൂപനും സമദർശിയും ഏകമാത്രനും ഭക്തന് സർവ അഭീഷ്ടദായകനും ഹൃദയാകാശത്തിലെ ആത്മസൂര്യനും ധർമ്മ സംസ്ഥാപകനായി വ്യത്യസ്ത അവതാരമെടുക്കുന്നവനുമായ വിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 13. രുദ്രോ ബഹുശിരാ ബഭ്രൂർ വിശ്വയോനീഷു ജിശ്രവാ അമൃതശാശ്വതസ്ഥാണുർ വരാരോഹോ മകാതപാ. പ്രളയകാലത്ത് ദുഃഖത്തെ ദ്രവീകരിക്കുന്നവനും അനേകം ശിരസ്സോടുകൂടിയവനും ലോകങ്ങളെ ഭരിക്കുന്നവനും വിശ്വ ഉൽപ്പത്തിക്ക് കാരണമായവനും പവിത്രമായ കീർത്തിയും നാമങ്ങളും ഉള്ളവനും നിത്യനും നിരാമയനും ശ്രേഷ്ഠമായ മടിത്തട്ടുള്ളവനും ജ്ഞാന യജ്ഞാധികാരിയും ആയ ശ്രീ മഹാവിഷ്ണുവിന് നമസ്കാരം. ശ്ലോകം 14. സർവഗ സർവവിദ്ഭാനോ വിശ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത് കവി. സർവത്ര വ്യാപരിച്ചിരിക്കുന്നവനും എല്ലായിടത്തും ഗമിക്കുന്നവനും സർവജ്ഞനും തേജസ്വിയും ശത്രുക്കളെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുന്നവനും ദുർജനങ്ങളെ അമർച്ച ചെയ്യുന്നവനും വേദവും വേദാർത്ഥവും അറിയുന്ന വേദസ്വരൂപനും പരിപൂർണനും വേദങ്ങളെ അംഗങ്ങളാക്കിയവനും എല്ലാം കാണുന്നവനുമായ മഹാവിഷ്ണുവിന് നമസ്കാരം. ശ്ലോകം 15. ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷകൃതാകൃതാ ചതുരാത്മാ ചതുർവ്യൂഹ ചതുർദംഷ്ട്രചതുർഭുജ. ദേവന്മാരുടെ അധ്യക്ഷനും സകല ലോകങ്ങളെയും നിരീക്ഷിച്ച് നിയന്ത്രിക്കുന്നവനും ധർമാധർമ്മങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നവനും കർമ്മബന്ധമില്ലാതെ കർമ്മത്തിന് കാരണമായവനും സൃഷ്ട്യാദികൾക്കു വേണ്ടി 4 ശരീരങ്ങൾ ഉൾക്കൊള്ളുന്നവനും നൃസിംഹ രൂപധാരിയായവനും ചതുർബാഹുവുമായ ശ്രീ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 16. പ്രാജിഷ്ണുർഭോജനം ഭോക്താ സഹിഷ്ണുർജഗദാദിജ അനഘോ വിജയോ ജേത വിശ്വയോനി പുനർവസു. പ്രകാശമായവനും ഏകരസത്തോടു കൂടിയവനും ഭോജ്യരൂപമായ മായയെ കൈക്കൊണ്ടവനും പുരുഷരൂപത്തിൽ പ്രകൃതിയെ അനുഭവിക്കുന്നവനും സഹനശക്തിയോടെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നവനും ആദിപുരുഷനും പാപമില്ലാത്തവനും ഷഡ്ഗുണങ്ങളെക്കൊണ്ട് ലോകത്തെ ജയിക്കുന്നവനും എല്ലാത്തിലും ഉത്കൃഷ്ടനായിരിക്കുന്നവനും ജേതാവും സർവകാരണബോധനും വീണ്ടും വീണ്ടും ക്ഷേത്രജ്ഞരൂപത്തിൽ വസിക്കുന്നവനുമായ മഹാവിഷ്ണുവിന് നമസ്കാരം. ശ്ലോകം 17. ഉപേന്ദ്രോ വാമനപ്രാംശുർ അമോഘശുചിരൂർജിത അതീന്ദ്രസംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമാ. ഇന്ദ്രന്റെ അനുജന്റെ രൂപത്തിൽ ഉപഗമിച്ചവനും, അതായത് വാമനമൂർത്തിയായവൻ, നല്ല പോലെ ഭജിക്കപ്പെടേണ്ടവനും 3 ലോകത്തെയും കീഴടക്കിയവനും സത്താമാത്രനും ഭക്തനെ പരിശുദ്ധനാക്കുന്നവനും ബലശാലിയും ജ്ഞാനം കൊണ്ടും ഐശ്വര്യം കൊണ്ടും ഇന്ദ്രനെ ജയിച്ചു നിൽക്കുന്നവനും പ്രളയകാലത്തിൽ എല്ലാം തന്നിലേക്ക് ലയിപ്പിക്കുന്നവനും സൃഷ്ടികർത്താവും ഏകരൂപിയും
സർവരെയും വേണ്ട പോലെ വിധിക്ക് അധീനനാക്കുന്നവനും അന്തര്യാമിയായി നിലകൊള്ളുന്നവനുമായ മഹാവിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 18. വേദ്യോ വൈദ്യസദാ യോഗി വീരകാമാധവോ മധു അതീന്ദ്രിയോ മകാമായോ മഖോത്സാഹോ മഹാബല. മോക്ഷം ഇച്ഛിക്കുന്നവർക്ക് അനുഭവവേദ്യനും സകല കലാവല്ലഭനും യോഗികൾക്ക് പ്രത്യക്ഷ സ്വരൂപനും ധർമ്മസംരക്ഷണത്തിനായി ശത്രുക്കളെ ഹനിക്കുന്നവനും വിദ്യാധിപതിയും തേൻ പോലെ മാധുര്യമേറുന്നവനും ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കാത്തവനും മായാമയനായവനും സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ ഉത്സാഹിയും അത്യന്തം ബലശാലിയുമായ വിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 19. മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർമഹാദ്യുതി അനിർദ്ദേശ്യവപു ശ്രീമാൻ അമേയാത്മാ മഹാദ്രിദൃക്. ഏറ്റവും ബുദ്ധിശാലിയും മഹാവീര്യത്തോടുകൂടിയവനും ശക്തിശാലിയും തേജസ്വരൂപനും അദൃശ്യനും ശ്രീമാനും പരമാത്മസ്വരൂപനും ഗോവർദ്ധനധാരിയുമായ മഹാവിഷ്ണുവിന് നമസ്കാരം. ശ്ലോകം 20. മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദാം ഗതി അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംപതി. ശാർങ്കം എന്ന ധനുസ്സോടു കൂടിയവനും ഭൂമിയെ ഉദ്ധരിച്ച് ഭരിച്ചവനും രമാപതിയും സജ്ജന സംരക്ഷകനും ആരാലും തടയപ്പെടാൻ കഴിയാത്തവനും ഇന്ദ്രിയാതീതനായി ഭക്തജനങ്ങൾക്ക് ജ്ഞാനമരുളുന്നവനും ദേവന്മാർക്ക് ആനന്ദത്തെ കൊടുക്കുന്നവനുമായ മഹാവിഷ്ണുവിനായി നമസ്കാരം.